once again welcome to C Live. ഞാൻ റസൂൺ സി ലൈവിന്റെ കോർഡിനേറ്റർ ആണ്. നിങ്ങളുടെ തന്നെ മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു മാനേജ്മെന്റിൽ നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിലബസ് ആണിത്. അപ്പൊ ഇതില് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, അതിലെ പല പല സ്കൂളുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, എല്ലാ സ്കൂളുകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ജാപ്പാനീസ് മാനേജ്മെന്റ്, മോട്ടിവേഷൻ തിയറീസ്, ലീഡർഷിപ്പ് തിയറീസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏരിയാസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഏരിയാസ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക. കൂടാതെ നിങ്ങളിൽ 1-2 പേര് ബേസിക് മുതലേ സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ചില എക്സ്പേർട്ടുകള്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയ ഏരിയാസ് പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ? നിങ്ങൾ 1-2 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് മുതലേ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അത്തരം ഏരിയാസും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമ്മൾ നോക്കുക, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്കൂൾ ഓഫ് മാനേജ്മെന്റിനകത്ത് ക്ലാസിക്കൽ സ്കൂൾസ്, ന്യൂ ക്ലാസിക്കൽ സ്കൂൾസ്, മോഡേൺ സ്കൂൾസ്, ജാപ്പാനീസ് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Then we often begins with a question. Classical management includes. ഈ തന്നിരിക്കുന്നതിനകത്ത് ക്ലാസിക്കൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത് ഏതെല്ലാം നോക്കുക. ഈ ആൻസറിലേക്ക് നമുക്ക് വരാം, ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ എന്താണ് ഒരു ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂളിന്റെ ബേസിക് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ്? ഈ ചോദ്യത്തിന് കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. പ്ലീസ്, ദ ബേസിക് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ബേസിക് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റിനെ, ഓക്കെ കുഴപ്പമില്ല, നമുക്കത് പ്രശ്നമല്ല. ഒരു മാനേജ്മെന്റിനെ ക്ലാസിക്കൽ സ്കൂൾ എന്ന് വിളിക്കണമെങ്കിൽ ആ സ്കൂളിലുള്ള എല്ലാ ആളുകളും ഒരു പ്രത്യേക തോട്ട് പ്രോസസ്സാൽ ഗൈഡഡ് ആണ് എന്നല്ലേ? അവർക്ക് എല്ലാവർക്കും ഒരു അസംഷൻ ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? റൈറ്റ്? അതിന്റെ അർത്ഥം അങ്ങനെ. എന്താണ് ഈ സ്കൂൾ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ജസ്റ്റ് ലെറ്റ് മാം സി ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജോബ് എൻവയോൺമെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ബേസിക് ക്വസ്റ്റ്യൻ ഹിയർ. ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യം അതാണ്, എന്താണ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എറ്റിമോളജിക്കലി, ലിറ്ററലി സ്പീക്കിംഗ്, സ്കൂൾ എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ കൂട്ടത്തിനെയൊക്കെയാണ്. ഓക്കെ, മത്സ്യങ്ങൾ കടലിൽ സഞ്ചരിക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും, അത് ഒരേ ദിശയിൽ ഒരേ പാറ്റേണിലാണ് സഞ്ചരിക്കുക. മത്സ്യക്കൂട്ടങ്ങള് ഒരേ ദിശയിലും ഒരേ പാറ്റേണിലുമായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ഒരേ അസംഷനാൽ മുന്നോട്ട് പോകുന്നു. സോ എ സ്കൂൾ മേ ബി എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻഡിവിജ്വൽസ് ഹു ആർ ഗൈഡഡ് ബൈ എ പർട്ടിക്കുലർ അസംഷൻസ്. അപ്പോൾ ചില പ്രത്യേക അസംഷനിലാൽ, ചില പ്രത്യേക ഓറിയന്റേഷനിലാൽ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, സ്കൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെർസെപ്ഷൻ ഓറിയന്റേഷൻസ് ദാറ്റ് ഗൈഡ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഒരു സ്കൂള്, ഇവരെ ക്ലാസിക്കൽ സ്കൂൾ എന്ന് നമ്മൾ വിളിക്കുന്നു. വൈ? എന്തുകൊണ്ട്? കാരണം ഓൾ ബിലോങ് ടു ക്ലാസിക്കൽ സ്കൂൾസ് ആർ പെർഫെക്ച്വലി ഓറിയന്റഡ് or their orientation is guided by people are economically motivated. The basic assumptions of such a school is that the people are guided by economic incentives. അപ്പോൾ ജനങ്ങൾ, തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് സാമ്പത്തികമായ ലാഭം മുൻനിർത്തിക്കൊണ്ടാണ്. അവരുടെ ലക്ഷ്യം, ജോലി ചെയ്യുമ്പോൾ ഒരു തൊഴിലാളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഗുണങ്ങൾ നേടുക എന്നതാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ അടിസ്ഥാനപരമായ അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്കൂള്? ഒരു സ്കൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെപ്ഷൻ ഓറിയന്റേഷൻസ് ദാറ്റ് ഗൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഐ മീൻ സെറ്റ് ഓഫ് അസംഷൻസ് ദാറ്റ് ഗൈഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ സ്കൂൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണോ? പറഞ്ഞേ, സ്കൂൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണോ? പറ.
ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഈ ചോദ്യത്തിലേക്ക് വരിക. ബേസിക് അസംഷൻ ഓഫ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ സ്കൂളും ഓരോ പ്രത്യേക അസംഷനാൽ ഗൈഡഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറയുന്നതിന്റെ ബേസിക് അസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ ഇക്കണോമിക് ഇൻസെന്റീവ്സ് ആണ്. എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് എന്നതാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ അടിസ്ഥാന തത്വം. ക്ലിയർ? ക്ലിയർ? ഇനി നിങ്ങൾ ഈ ചോദ്യത്തിലേക്ക് വരിക. ക്ലാസിക്കൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ്. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും ഏത് സ്കൂളിനകത്താണ് ജനങ്ങൾ ഇക്കണോമിക്കലി മോട്ടിവേറ്റഡ് അല്ല എന്ന് പറയുന്നത്? ഒന്ന് പറയാവോ? ഈ തന്നത് ഇനി ആൻസർ പറയാവോ? പറ്റണമെന്നില്ല, കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ജസ്മ ആവശ്യമായിട്ട് വരും. എങ്കിലും ഡി ആണ്. ഓക്കെ, ഡി ആണ്. അപ്പൊ നിങ്ങൾ ഇതില് മോഷൻ സ്റ്റഡി ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗിൽബർത്തുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുവേ. മോഷൻ സ്റ്റഡി ഗിൽബർത്തുമായി ബന്ധപ്പെട്ടതാണ്. പിഗ് അയൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ആർക്കും പറയാവോ? പിഗ് അയൺ എക്സ്പെരിമെന്റ് പറയാവോ? ടൈലർ ആണ് കേട്ടോ. ഫ്രെഡറിക് വിസ്ലോ ടൈലറുടെ എക്സ്പെരിമെന്റിന് പറഞ്ഞ പേരാണെന്ന് പിഗ് അയൺ എക്സ്പെരിമെന്റ്. വർക്ക് സ്റ്റഡി ആരുമായി ബന്ധപ്പെട്ടതാണ്? ടൈലറുമായി ബന്ധപ്പെട്ടതാണ്. വർക്ക് സ്റ്റഡി ടൈലറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗിൽബർത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഹോത്രോൺ എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? പറഞ്ഞേ, ഹോത്രോൺ എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഹോത്രോൺ എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹോത്രോൺ എക്സ്പെരിമെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എൽട്ടൺ മയോ, ജോർജ് ഡബ്ല്യു എൽട്ടൺ മയോ. അപ്പൊ എന്തായാലും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണല്ലോ, അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ് ഇത് എൽട്ടൺ മയോയുടേത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്നതിനകത്ത് ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂളിൽ പെടാത്തത് ആരാണ്? ഹോത്രോൺ എക്സ്പെരിമെന്റ് ആണ്, എൽട്ടൺ മയോ ആണ്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് ഹോത്രോൺ എക്സ്പെരിമെന്റ് ഈ ക്ലാസിക്കൽ സ്കൂളിനകത്ത് വരുന്നില്ല എന്നത് ക്ലിയർ ആണോ? പ്ലീസ് പറ. യെസ്, ഫൈൻ. ഇനി നോക്കുക, സ്കൂൾ എന്താന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിവിടെ ഈ സ്കൂളിനെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ക്ലാസിക്കൽ സ്കൂൾ ഉണ്ട്, ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഉണ്ട്, മോഡേൺ സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്ലൈഡിനകത്ത് നമ്മൾ അങ്ങനെയാ പറഞ്ഞത്. ക്ലാസിക്കൽ സ്കൂള്, ന്യൂ ക്ലാസിക്കൽ സ്കൂള്, മോഡേൺ സ്കൂൾ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നിലനിൽക്കുന്നത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒന്നാണ്. കാരണം ഇഗ്നോയുടെ മെറ്റീരിയലിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണിത്. വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിലാണ് HSST ഒക്കെ ചോദ്യം വരിക കേട്ടോ. ചില സമയത്ത് UGC നെറ്റിനോ അല്ലെങ്കിൽ സെറ്റ് എക്സാമിനോ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ അത്രത്തോളം അത് ശ്രദ്ധിക്കണമെന്നില്ല. ഹെർബർട്ട് ഹിക്സിന്റെ ദി മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിലനിൽക്കുന്നത്. അപ്പൊ ഹൂ എമംഗ് ദ മാനേജ്മെന്റ് എക്സ്പേർട്ട് ക്ലാസിഫൈസ് ദ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഇൻ ടു ക്ലാസിക്കൽ സ്കൂൾ, ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ആൻഡ് മോഡേൺ സ്കൂൾ എന്ന ചോദ്യം വന്നാൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ദാറ്റ് ഈസ് ഹെർബർട്ട് ഹിക്സ്. ക്ലിയർ ആണോ? അപ്പൊ ഹെർബർട്ട് ഹിക്സിന്റെ ദി മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് എന്ത് ചെയ്തേക്കുന്നത്? ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള എന്തെന്ന്? ഹൂ എമംഗ് ദി മാനേജ്മെന്റ് ഓർ ഹൂ എമംഗ് ദ ഫോളോയിങ് ക്ലാസിഫൈസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ഇൻടു 3 ആസ് ക്ലാസിക്കൽ സ്കൂൾ, ന്യൂ ക്ലാസിക്കൽ സ്കൂൾ ഓർ മോഡേൺ സ്കൂൾ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സ്കൂളുകളെ തരംതിരിച്ചതാരാണ്? അല്ലെങ്കിൽ മാനേജ്മെന്റ് തിയറിയെ ഈ രീതിയിൽ തരംതിരിച്ചതാരാണ് എന്ന് ചോദ്യം വന്നാൽ അത് ഹെർബർട്ട് ഹിക്സ് ആണ്. ഇനി ആരാണ് ദ മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻസ് എന്ന പുസ്തകം എഴുതിയത് എന്ന ചോദ്യം വന്നാലും അതാരാണ്? ഹെർബർട്ട് ഹിക്സ് ആണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ഓക്കെ, ഫൈൻ. ഇനി അങ്ങനെയെങ്കിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്
ഈ മാനേജ്മെന്റ് തിയറീസിനെ അല്ലെങ്കിൽ സ്കൂളുകളെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. കൂൺസ്, യു മേ ഹാവ് ഹേർഡ് ഓഫ് കൂൺസ് ആൻഡ് ഡോണലിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്. അതിലെ കൂൺസ് ആണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് തിയറീസിനെ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരാം, ഹൂ എമംഗ് ദ ഫോളോയിങ് ക്ലാസിഫൈസ് മാനേജ്മെന്റ് തിയറീസ് ഇൻടു 6 ആസ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ, എംപെരിക്കൽ സ്കൂൾ, ഹ്യൂമൻ ബിഹേവിയറൽ സ്കൂൾ, സോഷ്യൽ സിസ്റ്റം സ്കൂൾ, ഡിസിഷൻസ് തിയറി സ്കൂൾ ആൻഡ് മാത്തമാറ്റിക്കൽ സ്കൂൾ. അപ്പോ മാനേജ്മെന്റ് തിയറീസിനെ ഇങ്ങനെ ഈ രീതിയിൽ 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആരാണ്? കൂൺസ് ആണ്. ഇതും ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ പറയുന്നു മാനേജ്മെന്റിനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ? ക്ലാസിക്കൽ മാനേജ്മെന്റ്, ന്യൂ ക്ലാസിക്കൽ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ സ്കൂൾ. ഇതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്ലിയർ? ഇനി നമ്മളിപ്പോ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. എന്താണ് ക്ലാസിക്കൽ മാനേജ്മെന്റ്? ക്ലാസിക്കൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെന്റ് സ്കൂൾസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓൾഡസ്റ്റ് സ്കൂളാണ്. അത്തരം ഒരു അറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇല്ലെങ്കിലും നിങ്ങൾ കേൾക്കുക. മാനേജ്മെന്റ് തോട്ട് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് എമർജ്ഡ് ഡ്യൂറിംഗ് ലൈറ്റ് 1800 ആണ്. 1800 അവസാന കാലഘട്ടത്തിൽ 900 ആദ്യ കാലഘട്ടങ്ങളിൽ ലോകത്ത് രൂപം കൊണ്ട ഒരു മാനേജ്മെന്റ് തോട്ട് പ്രോസസ് ആണ് ഇത് ക്ലാസിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ബേസിക് അസംഷൻസ് ഓഫ് ദിസ് ക്ലാസിക്കൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they believe that the classical managers believe that people are then motivated by economic incentives. ഇക്കണോമിക് ഇൻസെന്റീവ്സ് ആണ് പ്രധാനമായിട്ടും. ഇതിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് ആണ് അങ്ങനെ വിശ്വസിക്കുന്നത്. എങ്കിലും ക്ലാസിക്കൽ സ്കൂളിലെ എല്ലാ സ്കൂളുകാരും വിശ്വസിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? then people are economically motivated ആണ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഇൻസെന്റീവ്സ് ആണ് തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാന ഘടകം. നോട്ട് ദ സോഷ്യൽ ഫാക്ടർ, നോട്ട് ദ എൻവയോൺമെന്റ് ബിലോങ്സ് ടു ദി കമ്പനി അല്ലെങ്കിൽ ജോബ്, പ്ലേസ് ഓഫ് ജോബ്, ജോലിസ്ഥലത്തെ എൻവയോൺമെന്റോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ സോഷ്യൽ ഫാക്ടറുകളോ ഒന്നും അല്ല തൊഴിലാളികളെ മോട്ടിവേറ്റ് ചെയ്യുക. മറിച്ച് എന്താണ്? സാമ്പത്തികമായി ജോലിയിൽ അവർക്ക് എത്രത്തോളം സാമ്പത്തികമായ ഗുണങ്ങൾ ലഭ്യമാണ് എന്നതാണ് ആ തൊഴിലാളികളെ അടിസ്ഥാനപരമായി ജോലി ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകം എന്ന ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് നിലനിൽക്കുന്നത്. ഇനി ഈ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് വൺ ബെസ്റ്റ് വേ ആണ്. അത് വൺ ബെസ്റ്റ് വേ ടു കംപ്ലീറ്റ് എ വർക്ക് ആവാം, അല്ലെങ്കിൽ വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ജോബ് ആവാം, വൺ ബെസ്റ്റ് വേ ടു റൺ ആൻ ഓർഗനൈസേഷൻ ആവാം, പലതാവാം. സോ ദേ ഓൾവേസ് ഫോക്കസ് ഓൺ വൺ ബെസ്റ്റ് വേ. ഏത് രീതിയാണ് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യാൻ നല്ലത് എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. ഇനി മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഭാഗമല്ലാത്തതാര്, അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂളിന്റെ ഭാഗമല്ലാത്തതാര് എന്നൊക്കെ ചോദിക്കാം. ആ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അഗൈൻ ഡിവൈഡഡ് ഇൻടു 3. ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സയന്റിഫിക് മാനേജ്മെന്റ്, ഫങ്ഷണൽ മാനേജ്മെന്റ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. സോ ഐ റിപ്പീറ്റ്, ദി ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് are guided by the basic principle assumption that people are economically motivated, and they focus on the best way, and these are further classified into 3, that is scientific management, bureaucratic management and functional management. So who are belongs to scientific management is a question. Scientific management ന്റെ ഭാഗമായിട്ടുള്ളത് ആര്? FW ടൈലർ, അതുപോലെ തന്നെ ഗിൽബർത്ത്, 2 ഗിൽബർത്തും ഭാര്യയും ഭർത്താവുമാണ്, ഫ്രാങ്ക് ആൻഡ് ലില്ലിയൻ ഗിൽബർത്ത്, ഹെൻറി ഗാണ്ട്, ഇവരൊക്കെ എന്താണ്? സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധന്മാരാണ്. അങ്ങനെ ഒരു ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നവയിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഭാഗമല്ലാത്തത് ആര്? അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നു? FW ടൈലർ, ഗിൽബർത്ത്, മാക്സ് വെബർ, ഗാണ്ട് എന്ന് തന്നാൽ നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടണമെന്നില്ല. അപ്പോ സയന്റിഫിക് മാനേജ്മെന്റിന്റെ വക്താക്കളാണ് ഇവരെല്ലാവരും. ഇനി ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ബൈ മാക്സ് വെബർ, ഫങ്ഷണൽ മാനേജ്മെന്റ് ബൈ ഹെൻറി ഫയോഡ്. ഓൾ ദീസ് ആർ
included in the classical school of management or theories. Then moving, okay, who contributed the idea science of work to management? ആരാണ് ഈ സയൻസ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു ആശയം ദെൻ മാനേജ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്? പറയാമോ ആർക്കെങ്കിലും? സയൻസ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു ആശയം ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ടൈലർ ആണ് എന്ന് നിങ്ങൾ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാവരൊന്ന് പറഞ്ഞ ടൈലർ ആണോ? ടൈലർ ആണോ അങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും പറയാവോ? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടൈലർ ആണ്. ഈ സയൻസ് ഓഫ് വർക്ക് എന്നത് മാനേജ്മെന്റിനകത്ത് അങ്ങനെ ഒരു ആശയം കോൺട്രിബ്യൂട്ട് ചെയ്തത് ടൈലർ ആണോ? അതറിയില്ല സർ. ടൈലർ ആണ്. ദ ആൻസർ ഈസ് ടൈലർ. ഞാൻ എപ്പോഴും നിങ്ങളെ രണ്ടാമത് ചോദിക്കും. അതിന്റെ കാരണം നിങ്ങൾ ആൻസർ പറഞ്ഞാലും ഞാൻ രണ്ടാമത് ചോദിക്കും. അതിന്റെ കാരണം നിങ്ങൾക്ക് ആ ആൻസറിനകത്ത് നിങ്ങൾ ഗസ് വർക്ക് ആണോ അല്ല വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ, പഠിച്ച നിലയിലുള്ള ഒരു ഉത്തരമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ടൈലർ തന്നെയാണ് കേട്ടോ, ആൻസർ ടൈലർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, സോ യു ഓൾ നോ ദാറ്റ് ദ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആരാണ്? FW ടൈലർ ആണ്. FW ടൈലർ ആണ്. ഫ്രണ്ട്ലിക് വിൻസ്ലോ ടൈലർ ആണ് എന്ത് ചെയ്യുന്നത്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഐഡിയ? പറഞ്ഞേ, എന്താ സയന്റിഫിക് മാനേജ്മെന്റ്? പ്ലീസ് പറഞ്ഞേ. അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം FW ടൈലർ അവതരിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ് അതിന്റെ ഒരു ഗ്രൗണ്ട്? നോക്കണം. ദി FW ടൈലർ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് on the basis of his practical experience gathered while he was functioning in a company what is called a medieval steel company. Medieval steel company എന്ന് പറയുന്ന ഒരു കമ്പനിക്കകത്ത് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, ഒരു എഞ്ചിനീയറും ഒരു എക്കണോമിക്സ്റ്റും ആയിട്ടാണ് അവിടെ ജോലി ചെയ്തത്. ഓക്കെ, ആ സ്ഥാപനത്തിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടത് ഇവിടെ. FW ടൈലറുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. FW ടൈലറുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് ഷോപ്പ് മാനേജ്മെന്റ് കേട്ടോ. ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എഴുതാം. ഷോപ്പ് മാനേജ്മെന്റ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഷോപ്പ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം, പിന്നെ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ദാറ്റ് യു നോ, അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, എ പീസ് റേറ്റ് സിസ്റ്റം എന്ന പുസ്തകം ആരുടേതാണ്? അത് ടൈലറുടേതാണ്. ഷോപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പുസ്തകം ടൈലറുടേതാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പുസ്തകവും എന്താണ്? FW ടൈലറുടേതാണ്. അപ്പൊ അദ്ദേഹം വർക്ക് ചെയ്ത കമ്പനി അങ്ങനെ ചോദിക്കാം. മെഡീവൽ സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അത് ആരുടെയാണ്? എക്സാക്ട്ലി അത് FW ടൈലറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് വാട്ട്? എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. നോക്കുക. ഇറ്റ് മീൻസ് knowing exactly what you want men to do and seeing that they do it in the best and cheapest way. This is scientific management according to FW Taylor. FW ടൈലറെ സംബന്ധിച്ചിടത്തോളം എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ, എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ, നോയിങ് exactly what you want men to do and seeing that they do it in the best and cheapest way. അപ്പോ നിങ്ങളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും
അവരെല്ലാവരും അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് ആര് പറയുന്നത്? ദെൻ FW ടൈലർ വിളിക്കുന്നത്. FW ടൈലർ അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. സോ ദിസ് ഈസ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കേഴ്സ് ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. Here there are two words, the best and cheapest way. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് എ ബെസ്റ്റ് വേ ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് എ ചീപ്പസ്റ്റ് വേ ടു കംപ്ലീറ്റ് എ വർക്കാണ്. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ ഏറ്റവും ബെസ്റ്റ് വേ ഏതാണ്, ഏറ്റവും ചീപ്പസ്റ്റ് വേ ഏതാണ് എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ then this is scientific management. നോക്കുക, a kind of management which conducts a business of affairs by standard established by facts. അതായത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ആൻഡ് ട്രൂത്ത് ഗെയിൻഡ് ത്രൂ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ്. നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തുകയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനത്തിലെ ഏത് ജോലിയും ഏറ്റവും ബെസ്റ്റായ ഏറ്റവും ചീപ്പായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ആര് അർത്ഥമാക്കുന്നത്? FW ടൈലർ അർത്ഥമാക്കുന്നത്. അപ്പോ ബെസ്റ്റ് വേ ആണ്, ചീപ്പസ്റ്റ് വേ ആണ്. എങ്ങനെയാണ് ഈ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേയിൽ എത്തുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എങ്ങനെ? ബൈ then observation, scientific systematic observations and experiments, and collects gained truth and facts, and on the basis of these facts and truth the certain standards are established, and each and every job is rated against these standards established by facts and truth gained through observations and experiments. That is what scientific management according to FW ടൈലർ. ക്ലിയർ ആണോ? ക്ലിയർ സർ. അപ്പൊ വസ്തുതകളുടെ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രൂത്തും ഫാക്സുകളും കളക്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജോലിയെയും വിലയിരുത്തുകയും അങ്ങനെ ഏറ്റവും ബെസ്റ്റായ ഏറ്റവും ചീപ്പസ്റ്റ് ആയ രീതിയിൽ ജോലികൾ കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ടൈലർ മനസ്സിലാക്കുന്നത്. എല്ലാവരും പറഞ്ഞേ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ആശയം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഇനി അങ്ങനെയെങ്കിൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ഫാക്സുകളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ പറഞ്ഞു. പുസ്തകം അത് ഓർത്തു വെക്കണേ, ഞാനിവിടെ ചേർക്കാൻ വിട്ടുപോയതാണ്. ബുക്ക് ഷോപ്പ് മാനേജ്മെന്റ് ആരുടെ പുസ്തകമാണെന്ന് പ്രത്യേകിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അത് ടൈലറുടെ പുസ്തകമാണ്. പീസ് റേറ്റ് സിസ്റ്റം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മളത് മുൻപ് നിങ്ങളുടെ പഠന കാലഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഷോപ്പ് മാനേജ്മെന്റ് പരിചയപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? അങ്ങനെ ഷോപ്പ് മാനേജ്മെന്റ് ടൈലറുടെ ഒരു പുസ്തകമാണെന്ന ഒരു അറിവ് പുതിയതായിരിക്കാൻ സാധ്യതയുണ്ട്, റൈറ്റ്? അതെ. പക്ഷേ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റും പീസ് റേറ്റ് സിസ്റ്റവും, പീസ് റേറ്റ് സിസ്റ്റം പീസ് റേറ്റ് സിസ്റ്റം ആണ്. പീസ് റേറ്റ് സിസ്റ്റം ഇതും എന്താണ്? ഇത് രണ്ടും ആരുടെ പുസ്തകമാണ്? ടൈലറുടെ പുസ്തകമാണ്. ഓക്കെ, ഇനി നോക്കുക. ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആർ ലാർജ്ലി അപ്ലിക്കബിൾ ഇൻ ലോവർ ലെവൽ മാനേജ്മെന്റ്. വൈ ഇസ് എ ക്വസ്റ്റ്യൻ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിളുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയും. അത് കൂടുതലായിട്ടും അപ്ലിക്കബിൾ ആവുന്നത് എവിടെയാണ്? ലോവർ ലെവൽ മാനേജ്മെന്റിലാണ്. എന്താ കാരണം? അതിന്റെ കാരണം നമ്മൾ ഓൾറെഡി സംസാരിച്ചു. വൈ പറയാമോ ആർക്കെങ്കിലും? എന്താ കാരണം? ലോവർ ലെവൽ മാനേജ്മെന്റിലാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ തത്വങ്ങൾ കൂടുതൽ അപ്ലിക്കബിൾ ആവുന്നത്. എന്താ കാരണം? ഓൾറെഡി സംസാരിച്ചു ആ കാരണം. ലോവർ ലെവലിലാണ്. എന്തായിരുന്നു പറഞ്ഞ? ലോവർ ലെവലിലല്ലേ വരിക? വർക്കേഴ്സ് ലോവർ ലെവലിലാണ്. അത് ഒരാള് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് വേ ടു ഡു ദ വർക്കാണ്.
അപ്പൊ പറഞ്ഞതിൽ അത് ആ ആശയം ഉണ്ട്. പക്ഷെ അതിന്റെ വളരെ കോൺക്രീറ്റ് ആയിട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മെത്തേഡ് ടു കംപ്ലീറ്റ് വർക്കാണ്. വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ടാസ്കുകൾ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യപ്പെടുക? ലോവർ ലെവലിലാണ്. മുകളിലേക്ക് പോകുമ്പോൾ ടാസ്കിന്റെ പ്ലാനിങ്ങും പിന്നെ അതിന്റെ മറ്റു വശങ്ങളൊക്കെ അല്ലേ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെയാണ് അതിന്റെ പ്ലാനിങ് സൈഡിൽ അവർ ചെയ്യുന്നത്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? എപ്പോഴും ലോവർ ലെവലിനകത്താണ്. അപ്പൊ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് ആര് സംസാരിക്കുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ the scientific management says about the best methods of completing task ആണ്, doing task ആണ്. So it has then application in the lower level management. Clear? Okay, sir. Yes, sir. Okay, fine. Any emphasis on task? Just let me ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? അതെ സർ, ഓഡിബിൾ ആണ്. അല്ല, ഓഡിബിലിറ്റിയുടെ അല്ല, ഞാൻ ആശയം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? അതെ. ഓക്കെ, ജസ്റ്റ് ലെറ്റ് സെബാസ്റ്റ്യൻ, ജസ്റ്റ് ലെറ്റ് മാം. അത് ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓഡിബിൾ ആണ്, കേൾക്കാൻ പറ്റും, മനസ്സിലാവുന്നുണ്ട് സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, ദെൻ എംഫസിസ് ഓൺ ടാസ്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടാസ്കിന്റെ കംപ്ലീഷൻ ആണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. മിഡീവൽ സ്റ്റീൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ സയന്റിഫിക് മാനേജ്മെന്റിന്റെ വർക്ക് സ്റ്റഡി ഒക്കെ നടക്കുന്നത് ബ്രിക്സ് തൊഴിലാളികളുടെ ഇടയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത് കേട്ടോ. എങ്ങനെ തൊഴിലാളികൾ ഇഷ്ടിക അടുക്കി വെക്കുന്നതൊക്കെ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെയൊക്കെ. ഇതെല്ലാം വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആണ് കേട്ടോ. ഇത് നമ്മുടെ മാനേജ്മെന്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ കൊമേഴ്സിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് ഓൾ റിസർച്ചുകളും എന്താണ്? വളരെ ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാ റിസർച്ചുകളും. അതെ, ഇനി അങ്ങോട്ട് വരുന്ന എല്ലാം ടൈലറുടേതായാലും വെബറുടെ ഒക്കെ വർക്കുകളെല്ലാം ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ദ ബെസ്റ്റ് വേ ടു പെർഫോം ജോബ് ആണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വാട്ട് ആർ ദെൻ ഇത് നമ്മൾ പറഞ്ഞതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നോക്കണം. അതിനു മുമ്പേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തെ, ഇത് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ആശയത്തെ, മാനേജ്മെന്റ്, അദ്ദേഹത്തിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് ഡെഫിനിഷനെ കുറച്ചുകൂടി കോൺക്രീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ നടക്കുന്നത് ഇതാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് നടക്കുക, then identify 10 or 15 different men ആണ്. ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന 10 or 15 ആളുകളെ കണ്ടെത്തുക, who are specially skillful in doing a particular job ആണ്. അപ്പോ ഒരു ജോലി വളരെ കാര്യക്ഷമമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 5 or 10 ആളുകളെ, 10 or 15 ആളുകളെ കണ്ടെത്തുക. അതിനുശേഷം study the exact series of elementary operations or motions which each of this man uses ആണ്. അതായത് ഈ ഓരോ വ്യക്തികളും അവരുടെ ജോലി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മോഷനുകളും, മോഷൻ മീൻസ് മൂവ്മെന്റ്, എന്തെല്ലാം ഓപ്പറേഷനുകളുമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നെന്ത് ചെയ്യുക? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതിനുശേഷം സ്റ്റഡി വിത്ത് സ്റ്റോപ്പ് വാച്ച് ദ ടൈം റിക്വയർഡ് ടു മേക്ക് ഈച്ച് ഓഫ് ദീസ് എലമെന്ററി മൂവ്മെന്റ്സ് ആണ്. അപ്പോ ഈ ഓരോ പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലാളി എത്രത്തോളം സമയമെടുക്കുന്നു എന്നത് ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് പഠിക്കുന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എലിമിനേറ്റ് ദ ഫോൾസ് മൂവ്മെന്റ് ആണ്, സ്ലോ മൂവ്മെന്റ്സ് ആണ്, ഓർ അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ആണ്. ആവശ്യമില്ലാത്ത മൂവ്മെന്റുകളെ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ദെൻ അൺനെസറി മൂവ്മെന്റുകൾ ഒഴിവാക്കിയതിനു ശേഷം കളക്ട് ഇൻ ടു വൺ സീരീസ് ദ ക്വിക്കസ്റ്റ് ആൻഡ് ബെസ്റ്റ് മൂവ്മെന്റ്സ്. അതിനുശേഷം ഒരു ജോലി നിർവഹിക്കാൻ ആവശ്യമായ ബെസ്റ്റ് മൂവ്മെന്റിനെ സെലക്ട് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ടൈലർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു എന്താണ്? ടൈലർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നോയിങ് എക്സാക്ട്ലി വാട്ട് യു മീൻസ് ദ മാനേജേഴ്സ് want you are meant to do and seeing that they are doing it, whether it doing in the best and cheapest manner എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യത്തെ അദ്ദേഹം പഠിച്ച് റെഡിയാക്കുന്നത് ഇങ്ങനെയാണ്.
അതായത് ഒരു സ്ഥാപനത്തിനകത്ത് ജോലി ചെയ്യുന്ന 10-15 ആളുകളെ കണ്ടെത്തുന്നു. അവർ ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ ഓപ്പറേഷനുകളും ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോരാളും നടത്തുന്ന മൂവ്മെന്റുകളെ പഠിക്കുന്നു, സ്റ്റോപ്പ് വാച്ച് വെച്ച് പഠിക്കുന്നു. അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. വാണ്ടഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ദി ടൈലർ ഹാസ് ഡൺ. ഇതാണ് അദ്ദേഹം ചെയ്ത കാര്യം. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോവാം. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞേ, ക്ലിയർ, പറയോ, ഒന്ന് പറയോ, എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇതൊരു കസ്റ്റമോ ട്രഡീഷനോ അല്ല, അതിനനുസരിച്ച് പോണതല്ല. എന്തായിരുന്നു പറഞ്ഞ? അല്ലെങ്കിൽ ട്രഡീഷൻ ഫോളോ ചെയ്ത് പോണ ഒരു കാര്യമല്ല. അതായത് ഓൾഡ് മെത്തേഡുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ ആവശ്യമാണ് എന്നത് അല്ലെ? അതെ അല്ലെ? അപ്പൊ ഈ ഓൾഡ് മെത്തേഡും പുതിയ മെത്തേഡും എന്താ വ്യത്യാസം? അതാണ് അതിന്റെ ഒരു ചോദ്യം. നമ്മൾ ഓൾഡ് മെത്തേഡുകളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ മെത്തേഡുകൾ വേണം, സയന്റിഫിക് മെത്തേഡുകൾ വേണം. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ എന്താണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഓഫ് ഓൾഡ് മെത്തേഡ് ഓഫ് ഡൂയിങ് വർക്ക് സയന്റിഫിക്കലി ആണ്. അപ്പൊ സയന്റിഫിക് മെത്തേഡുകളെ ഓൾഡ് മെത്തേഡുകൾ റീപ്ലേസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഈ ഓൾഡ് മെത്തേഡിന്റെ പ്രശ്നം? പുതിയ മെത്തേഡിന്റെ ഗുണം എന്താണത്? അത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് വർക്കും ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? പീസ് റേറ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഓരോ ജോലിയുടെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതൊക്കെയാണ് അദ്ദേഹം സയന്റിഫിക് മെത്തേഡ് എന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഓൾഡ് റൂൾ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടല്ല ജോലികൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ടൈം വേജ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒരു പീസ് റേറ്റ് സിസ്റ്റം ആവണമെന്ന് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് പകരം പീസ് റേറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് എല്ലാ ജോലികളുടെ കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെയാണ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് മാറിയിട്ട് സയൻസ് വരണം എന്നതുകൊണ്ട് FW ടൈലർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ക്ലിയർ സർ. ഓക്കെ ആണോ? എല്ലാവരും പറഞ്ഞേ ഓക്കെ ആണ് സർ. ഓക്കെ, ക്ലിയർ ആണ് സർ. വിജിന ഓക്കെ അല്ലേ? വിജിന ഓക്കെ, ഫൈൻ. സോ ഇനി എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഹാർമോണി നോട്ട് ഡിസ്കാർഡഡ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാർമോണി എന്നതുകൊണ്ട് എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഹാർമോണി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവരുത് എന്നതാണ്. ഒരു ഗ്രൂപ്പിനകത്ത് എന്തുണ്ടാവരുത്? ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവരുത്. ടൈലർ എംഫസൈസ്ഡ് ദ നീഡ് ഫോർ പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഇൻ ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പ് ആക്ഷൻ അകത്ത് എന്തുണ്ടാവണം? ആളുകൾ തമ്മിൽ പീസ് ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആർക്കിടയിൽ ഉണ്ടാവരുത്? ഒരു ഗ്രൂപ്പിനിടയിൽ ഉണ്ടാകരുത്. ഓക്കെ, സോ ഇഫ് ദർ ഈസ് എനി ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് വർക്കേഴ്സ്, വാട്ട് വിൽ ഹാപ്പൺ? ഇറ്റ് ഈസ് അത് എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ടു ബി എലിമിനേറ്റഡ് ത്രൂ സയന്റിഫിക് സെലക്ഷൻ, അല്ലെങ്കിൽ ട്രെയിനിങ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലേസിംഗ് ഓഫ് വർക്കേഴ്സ് ഒക്കെയാണ്. ഒരു ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ കാണുകയാണെങ്കിൽ ആ ഡിസാറ്റിസ്ഫാക്ഷനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? റിമൂവ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ നോക്കണം? എങ്ങനെ റിമൂവ് ചെയ്യണം? ഈ കാര്യങ്ങളെ ഇപ്പം നമ്മൾ സയൻസ് ഓഫ് നോട്ട് റൂൾ ഓഫ് തമ്പ് സയൻസ് എന്ന് പറഞ്ഞു, ഹാർമോണി നോട്ട് ഡിസ്കാർഡഡ് എന്ന് പറഞ്ഞു. ഇതിനെയെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന കുറെ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളിലൂടെയാണ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. എങ്ങനെ? സയൻസ് പീസ് റേറ്റ് സിസ്റ്റത്തിലൂടെ, സ്റ്റാൻഡേർഡൈസേഷനിലൂടെ. അപ്പൊ സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം ആർ ദ ടെക്നിക്സ് ദാറ്റ് ഈസ് സജസ്റ്റഡ് ബൈ FW ടൈലർ ഇൻ ഓർഡർ ടു എൻഷുർ സയൻസ് ഇൻ വർക്ക്, സയൻസ് ഓഫ് വർക്ക്. ക്ലിയർ? അപ്പൊ സയൻസ് ഓഫ് വർക്കിനെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന രണ്ട് ടെക്നിക്കുകളാണ് സ്റ്റാൻഡേർഡൈസേഷനും പീസ് റേറ്റ് സിസ്റ്റവും. ക്ലിയർ അല്ലേ? അതേപോലെ
ഹാർമോണി എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കിടയിൽ സൗഹൃദം, തൊഴിലാളികൾക്കിടയിൽ പീസ്, സമാധാനം, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ കൈവരിക്കാം? അതിനുവേണ്ടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 2 പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ്. ഒന്ന് സയന്റിഫിക് സെലക്ഷൻ, സയന്റിഫിക് സെലക്ഷൻ, അതുപോലെ തന്നെ ട്രെയിനിങ്. സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ആളുകളെ സയന്റിഫിക് ആയിട്ട് സെലക്ട് ചെയ്യണം, അവർക്ക് സയന്റിഫിക് ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലേസിംഗ് ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ? Yes, sir. Yes, sir. Yes, sir. ഞാനിവിടെ എഴുതാം കേട്ടോ, ഒന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോ ഈ ഹാർമോണി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള 2 ടെക്നിക്കാണ് ആ പറഞ്ഞത്. സയൻസും ഇതും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള 2 ടെക്നിക്കാണ് എന്തെന്ന്? സ്റ്റാൻഡേർഡൈസേഷനും Piece rate system. സ്റ്റാൻഡേർഡൈസേഷനും പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, പീസ് റേറ്റും. അപ്പോൾ ആ ടെക്നിക്ക് കൂടി അവിടെ നമുക്ക് പഠിക്കാം. PIECE ആണ് സ്പെല്ലിംഗ്. ഒന്ന് ഫോർ ദ ടൈം ബീങ് എന്താ സ്റ്റാൻഡേർഡൈസേഷൻ സ്പെല്ലിംഗിന് സെഡ് ഉപയോഗിക്കണമെന്നില്ല, എസ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമ്മൾ എസ് ആണ് എല്ലാടിക്കും ഉപയോഗിക്കുക. നോട്ടിൽ എല്ലാടിക്കും എസ് ഉണ്ടാവേ, എന്തുണ്ടാവില്ല? സെഡ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. കോർപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. എന്താ ഈ കോർപ്പറേഷൻ ആൻഡ് നോട്ട് ഇൻഡിവിജ്വലിസം എന്നതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആണ്. വർക്കേഴ്സിനും മാനേജ്മെന്റിനും ഇടയിൽ എന്തുണ്ടാവണം? വളരെ കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ വളരെ കോർഡിയൽ എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദപരമായ, വളരെ കൺജീനിയലായ, ഊഷ്മളമായ ബന്ധം ആർക്കിടയിൽ ഉണ്ടാവണം? തൊഴിലാളിയും മാനേജ്മെന്റിനും ഇടയിൽ ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവും? ലാർജർ പ്രോഫിറ്റ് ഉണ്ടാവണം, ബെറ്റർ ക്വാളിറ്റി ഔട്ട്പുട്ട്സ് ഉണ്ടാവണം, ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവണം. അങ്ങനെ അപ്പൊ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. മാക്സിമം ഔട്ട്പുട്ട് ഈ പറയുന്ന കോർപ്പറേഷനെ എൻഷുർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോ ലാർജർ പ്രോഫിറ്റിലൂടെ, ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സിലൂടെ, ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലൂടെ കോർപ്പറേഷൻ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആണോ? അതെ സർ, ക്ലിയർ ആണ്. ഇനി മാക്സിമം ഔട്ട്പുട്ട്, നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവേണ്ടതുണ്ട്. മാക്സിമം ഈ കോർപ്പറേഷന് വേണമെങ്കിൽ ഒരു മെന്റൽ റെവല്യൂഷനും ഇതിന്റെ കാരണമാണ് കേട്ടോ. അതായത് ദ ബേസിക് തോട്ട് എമംഗ് മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് ബി ഷിഫ്റ്റഡ് ആണ്. മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിന്, കോർപ്പറേഷന് വേണ്ടിയിട്ട്. മെന്റൽ റെവല്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആര് മുന്നോട്ട് വെച്ചതാണ്? FW ടൈലർ മുന്നോട്ട് വെച്ചതാണ്. അപ്പൊ ആ രീതി. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആണ്. തൊഴിലാളികൾക്കും മാനേജേഴ്സിനും ഇടയിൽ എന്തുണ്ടാവണം? വർക്കിന്റെ ഡിവിഷൻ ഉണ്ടാവണം. ഏത് ജോലിയാണ് മാനേജർ ചെയ്യേണ്ടത്, ഏത് ജോലിയാണ് തൊഴിലാളി ചെയ്യേണ്ടത് എന്നത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇവർക്കിടയിൽ എന്തുണ്ടാക്കും? വളരെ സൗഹൃദം ഉണ്ടാക്കും എന്നാണ് ആര് പറയുന്നത്? ടൈലർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇനി മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് അല്ല, പരമാവധി എന്ത് ചെയ്യണം? ഉൽപാദനം കൂട്ടണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് സയന്റിഫിക് ആയിട്ടുള്ള സെലക്ഷനും സയന്റിഫിക് ആയിട്ടുള്ള പ്ലേസ്മെന്റും ചെയ്യുന്നതിലൂടെ എന്ത് സ്വാഭാവികമായിട്ടും കൂടും? അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നതാണ് ആര് മനസ്സിലാക്കുന്നത്? FW ടൈലർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഉണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് എംപ്ലോയി ഇൻ ഗ്രേറ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് പറഞ്ഞു. ട്രെയിനിങ് എന്ന ഒരു ടെക്നിക്ക് ആര് മുന്നോട്ട് വെക്കുന്നുണ്ട്? FW ടൈലർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ട്രെയിനിങ്ങിലൂടെ എന്താണ്? എഫിഷ്യൻസി ഓഫ് ദ വർക്കർ ക്യാൻ ബി എൻഹാൻസ്ഡ്. തൊഴിലാളിയുടെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നതായിരിക്കും? കൂടുന്നതായിരിക്കും. മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി കൂടുന്നതായിരിക്കും. ഇനി ഇതിനു വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരാശയമാണ് ഡിവിഷൻ ഓഫ് വർക്ക്. മാക്സിമം ഔട്ട്പുട്ട് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ടൈലർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു അല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാക്കാൻ വേണ്ടി, സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് FW ടൈലർ മുന്നോട്ട് വെക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിവിഷൻ ഓഫ് വർക്ക്. യു മേ ഹാവ് ഹേർഡ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? As the entire jobs in an organization are divided into small units, and each task is assigned to individuals who are specialized in the field, who are interested, who are having aptitude.
അപ്പോൾ ജോലികളെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി തരംതിരിച്ച് ഓരോ ജോലിയെയും കഴിവും സാമർഥ്യവും ഉള്ളവനെ എന്ന് പറഞ്ഞാൽ അതിൽ ട്രെയിനിങ് കിട്ടിയ ആ പ്രത്യേക ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട ആളുകളെ ഏൽപ്പിച്ച് നൽകുക. അതിലൂടെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നതായിരിക്കും? പരമാവധി വർദ്ധിക്കും. അപ്പോ ഞാൻ രണ്ട് കാര്യം ഒരുമിച്ചാണ് പറഞ്ഞത്, പ്രിൻസിപ്പിൾസും ടെക്നിക്സും. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റും അതിന്റെ ഒന്നിച്ച് നമ്മുടെ ടെക്നിക്സും പറയുകയുണ്ടായിട്ടുണ്ട്. അതിൽ വർക്ക് സ്റ്റഡി അത് പറഞ്ഞിട്ടില്ല. വർക്ക് സ്റ്റഡി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. വർക്ക് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുക എന്നാണ്. അതായത് സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ വർക്ക്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ വർക്ക്. ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ വർക്ക്, ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയെ കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും 4 പഠനങ്ങൾ വരും. ഈ പഠനത്തിന്റെ ഉദ്ദേശം എന്ത് ചെയ്യുക? റിസോഴ്സസിന്റെ വേസ്റ്റ് കുറക്കുക, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി പരമാവധി കൂട്ടുക, തൊഴിലാളികളുടെ ഫാറ്റിഗ് കുറക്കുക. ഇതൊക്കെയാണ് ഈ പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ വർക്ക് സ്റ്റഡിക്കകത്ത് 4 കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വർക്ക് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ 4 കാര്യങ്ങൾ വരും. ഒന്ന് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി അപ്പൊ ഒരു ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ സ്റ്റാൻഡേർഡ് ടൈം കണ്ടെത്തലാണ് അതിന്റെ ഉദ്ദേശം. സ്റ്റഡി ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ഈച്ച് ഓപ്പറേഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇനി മറ്റൊന്ന് മോഷൻ സ്റ്റഡി. എന്താ മോഷൻ സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ മൂവ്മെന്റ് റിക്വയർഡ് ബൈ എൻ എംപ്ലോയി ടു കംപ്ലീറ്റ് എ ടാസ്ക് ആണ്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു തൊഴിലാളി നടത്തേണ്ട മിനിമം മൂവ്മെന്റുകൾ, തൊഴിലാളിയുടെ മാത്രമല്ല മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ മെഷീൻസിന്റെയും. സ്റ്റഡി ഓഫ് മൂവ്മെന്റ്സ് ഓഫ് മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് മെൻ. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? മോഷൻ സ്റ്റഡി എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു മേ ഹാവ് ഹേർഡ് വാച്ച് ദ മൂവി മോഡേൺ ടൈംസ്. നിങ്ങൾ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞേ? ഈ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ സിനിമ യഥാർത്ഥത്തില് FW ടൈലറുടെ ഈ വർക്ക് സ്റ്റഡിയെ കളിയാക്കിക്കൊണ്ടാണ്. നോക്കണം, 1911 എന്ത് ചെയ്യുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതൊരു ഫാക്ട്സ് ആണ്. അതും ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചെന്ന് വരാം. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, അതൊന്ന് ഓർത്തു വെച്ചോ കേട്ടോ. 1911 എന്ത് ചെയ്യുന്നത്? ആ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഏത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1936 എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചാർലി ചാപ്ലിൻ ഈ സിനിമ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിനെ കളിയാക്കിക്കൊണ്ടാണ്, മോഷൻ സ്റ്റഡിയെ കളിയാക്കിക്കൊണ്ടാണ്. ആ സിനിമ കണ്ട ആളുകൾക്ക് അറിയാം, തൊഴിലാളി എന്ത് ചെയ്യുന്നില്ല? മെറ്റീരിയൽസിന്റെ അടുത്തേക്കും എക്യുപ്മെന്റ്സിന്റെ അടുത്തേക്കും മൂവ് ചെയ്യുന്നില്ല. മറിച്ച് എക്യുപ്മെന്റ്സും മെഷീൻസും ആരുടെ അടുത്തേക്കാണ് വരുന്നത്? തൊഴിലാളിയുടെ അടുത്തേക്കാണ് വരുന്നത്. അല്ലേ? കണ്ടിട്ടില്ലേ? സിനിമ കണ്ട ആളുകൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അത് മൂവ്മെന്റ് കുറക്കലാണ്. എന്ത് ചെയ്യുക? തൊഴിലാളി ആരുടെ അടുത്തേക്ക് പോകണ്ട? മെഷീൻസിന്റെ അടുത്തേക്ക് പോകണ്ട, അല്ലെങ്കിൽ റോ മെറ്റീരിയലിന്റെ അടുത്തേക്ക് പോകണ്ട. പരമാവധി തൊഴിലാളിക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മെഷീനും മെറ്റീരിയൽസും അവൈലബിൾ ആക്കുക. എങ്കിൽ എന്ത് ചെയ്യാം? ദ അൺവാണ്ടഡ് മൂവ്മെന്റ്സ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. അനാവശ്യമായ മൂവ്മെന്റുകൾ കുറക്കാം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നു. അവർ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രിൻസിപ്പളുടെ റൂമിൽ പോയി എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. സ്റ്റാഫ് റൂമിൽ തന്നെ എന്ത് ചെയ്യുക? അറ്റൻഡൻസ് രജിസ്റ്റർ വെക്കുക. അത് മൂവ്മെന്റ് കുറക്കുന്ന ഒരു കാര്യമാണ്. മറിച്ച് അവർ പ്രിൻസിപ്പളുടെ റൂമിൽ പോയിട്ട് അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് ക്ലാസ്സിൽ പോകുമ്പോഴേക്കും വെറുതെ സമയം പോകും. അല്ലെങ്കിൽ ചോക്ക് പോലുള്ള കാര്യങ്ങൾ സ്റ്റാഫ് റൂമിൽ തന്നെ എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കുക. മറ്റൊരു റൂമിലാണെങ്കിൽ അത്രയും ദൂരം നടന്നിട്ട് വരണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഇനി മെത്തേഡ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ഓഫ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ടൂൾസ്, ആൻഡ് ഓപ്പറേഷൻസ് ആണ്. ഒരു ജോലിയിൽ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഓപ്പറേഷനുകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. മെത്തേഡ് സ്റ്റഡി. ഇനി മറ്റൊന്ന് ഫാറ്റീഗ് സ്റ്റഡി. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാ അർത്ഥം കേട്ടോ. ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. ഇപ്പൊ ക്ഷീണ പഠനം. തൊഴിലാളിക്ക് എപ്പോഴും റെസ്റ്റ് കൊടുക്കണം? 2 മണിക്കൂർ കൂടുമ്പോൾ റെസ്റ്റ് കൊടുക്കണോ? 3 മണിക്കൂർ കൂടുമ്പോൾ റെസ്റ്റ് കൊടുക്കണോ?
3 മണിക്കൂർ കൂടുമ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണോ, അല്ല 1.5 മണിക്കൂർ കൂടുമ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണോ? ദീസ് ആർ സ്റ്റഡീഡ് ഇൻ ഫാറ്റീഗ് സ്റ്റഡി. അതാണ് ഫാറ്റീഗ് സ്റ്റഡിക്കകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, വർക്ക് സ്റ്റഡിക്കകത്ത് ഈ 4 കാര്യങ്ങളും വരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു. സയന്റിഫിക് ടാസ്ക് പ്ലാനിങ്, അത് സയന്റിഫിക് ടാസ്ക് പ്ലാനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? കൃത്യമായ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രൂത്തും ഫാക്ട്സും കളക്ട് ചെയ്യുക. അതാണ് സയന്റിഫിക് ടാസ്ക് പ്ലാനിങ്. സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു, ഓരോ ജോലിയിലേക്കും കൃത്യമായി ആ ജോലിക്ക് ആവശ്യമായ കോമ്പീറ്റൻസി ഉള്ളവനെ കണ്ടെത്തുക. സ്റ്റാൻഡേർഡൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ. ഇനി മെന്റൽ റവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Then according to Taylor, mental revolution means transformation in the traditional thinking of labor and management ആണ്. അതായത് ഈ ഒരു പരസ്പരം രണ്ട് വിരുദ്ധ ശക്തികൾ എന്ന രീതിയിലുള്ള തൊഴിലാളി മാനേജ്മെന്റ് റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യണം? പുതുക്കണം. എന്ന് പറഞ്ഞാൽ അത് അവർ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ രണ്ടുപേരും ജോലി ചെയ്യണം എന്നതാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. സൗഹൃദം ഉണ്ടാവണം, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്നുണ്ടാവണം സൗഹൃദം ഉണ്ടാവണം. അത് സൗഹൃദം ഉണ്ടാവണം. എന്ത് ചെയ്യണം? സെപ്പറേഷൻ ഓഫ് പ്ലാനിങ്, അവിടെ സെപ്പറേഷൻ ഉണ്ടാവണം. എന്തെല്ലാമാണ് തൊഴിലാളികൾ ചെയ്യേണ്ടത്, എന്തെല്ലാമാണ് മാനേജേഴ്സ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. സോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് തിങ്കിങ് ഓഫ് ലേബർ ആൻഡ് മാനേജ്മെന്റിനെയാണ് മെന്റൽ റവല്യൂഷൻ എന്നതുകൊണ്ട് ആര് മനസ്സിലാക്കുന്നത്? ടൈലർ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ടൈലറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് വൺ മോർ തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് that is contributed by F.W. Taylor. Okay, നോക്കുക. ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അതിനു മുമ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? പറഞ്ഞേ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെയാണ് സർ. എല്ലാവരും പറയണം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇതിലേക്ക് പോവാം. നിങ്ങൾ ഒന്ന് പറഞ്ഞേ, ഈ ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കുക. നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. എന്താ ചോദ്യം? അക്കോർഡിംഗ് ടു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ദ സ്പീഡ് ബോസ്, ഇൻസ്പെക്ടർ, ഫോർമാൻ ആൻഡ് ഗാങ് ബോസ് ആർ ഇൻട്രസ്റ്റഡ് വിത്ത് the dash aspects of work. ജോലിയുടെ ഏത് ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 4 പേരും നിൽക്കുന്നത് എന്നാണ് ചോദ്യം. സ്പീഡ് ബോസും ഗാങ് ബോസും ഇൻസ്പെക്ടറും ഒക്കെയാണ്. അവര് പ്ലാനിങ്ങുമായി പറയൂ മഞ്ജിമ. ബി ആണ് സർ. ബി, യു മീൻ സെക്കൻഡ്? ഓക്കെ, നോക്കാം. അപ്പൊ അത് ആ ഏരിയയിൽ വായന ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക. അത് ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല. ഓക്കെ, അത് നോക്കുക. നമ്മൾ അടുത്ത ആശയത്തിലേക്കാണ് പോകുന്നത്. F.W. ടൈലർ ലോകത്തിന് മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഇനി ആൻസർ പറഞ്ഞേ, നിങ്ങൾ ഏതാ വരുക? ഈ ഡയഗ്രാം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. നമ്മളിപ്പോ പറഞ്ഞത് ആരൊക്കെയാണ്? കാണുന്നില്ലേ? ഈ ഡയഗ്രാം കാണബിൾ അല്ലേ? പറഞ്ഞേ, കാണബിൾ അല്ലേ? കാണുന്നില്ലേ ഡയഗ്രാം? കാണുന്നുണ്ട് സർ. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ഈ ഡയഗ്രാം നോക്കിയിട്ട് ഏതാണ് ആൻസർ എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, പറ. കുറച്ചും കൂടി വിസു. സി ആണല്ലേ? മഞ്ജിമ ഇപ്പൊ പറയാൻ പറ്റൂലേ? ഇനി സി ആണെന്ന് പറയാൻ പറ്റൂലേ? ഇല്ല. സി ആണ്. അപ്പൊ നമുക്ക് എന്താ ആശയം എന്ന് നോക്കാം. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ്. സെപ്പറേഷൻ ഓഫ് പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും. സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ഫംഗ്ഷൻ എന്നാണ് പറയാ. അതൊക്കെ ചില സമയം ചോദിക്കേ, ഇത് ഈ സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ഫംഗ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിട്ട് രൂപപ്പെടുത്തുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിൽ ആശയം കൃത്യമായിട്ടില്ലെങ്കിൽ കിട്ടത്തില്ല. അതായത് ഹി സെപ്പറേറ്റ്സ് ദ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ സൈഡിനെയും പ്ലാനിങ് സൈഡിനെയും F.W. ടൈലർ രണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക. അക്കോർഡിംഗ് ടു ടൈലർ,
a single supervisor or foreman is not able to guide an employee in all aspects of job. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു തൊഴിലാളിയെ നന്നായി ഗൈഡ് ചെയ്യാൻ ഒരൊറ്റ ഒരു സൂപ്പർവൈസർക്ക് സാധിക്കണമെന്നില്ല. സോ ഹി ഐഡന്റിഫൈസ് അറൌണ്ട് 8 ടാസ്ക് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട 8 ടാസ്കുകൾ ആര് ഐഡന്റിഫൈ ചെയ്യുകയാണ്? ടൈലർ ഐഡന്റിഫൈ ആണ്. ആൻഡ് among those 8, 4 are identified as planning side and 4 are identified in implementation side. 4 എണ്ണം പ്ലാനിങ് സൈഡും 4 എണ്ണം ഇംപ്ലിമെന്റേഷൻ സൈഡും. ഇംപ്ലിമെന്റേഷൻ ആണ് അവിടെ പ്രൊഡക്ഷൻ എന്ന് കാണുന്നത് കേട്ടോ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയാം, പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ 4 എണ്ണം ഇംപ്ലിമെന്റേഷൻ സൈഡിലും 4 എണ്ണം പ്രൊഡക്ഷൻ സൈഡിലും. നോക്കിയേ, അപ്പൊ പ്ലാനിങ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻസ്ട്രക്ടർ, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. ദേ ആർ എൻഗേജ്ഡ് വിത്ത് പ്ലാനിങ് സൈഡ് ഓഫ് ദി ജോബ്. അപ്പൊ ജോലിയുടെ പ്ലാനിങ് സൈഡാണത്. ഇനി ഇംപ്ലിമെന്റേഷൻ സൈഡിനകത്ത് സ്പീഡ് ബോസ്, ഗാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. സോ അക്കോർഡിംഗ് ടു FW Taylor, a single supervisor is not able to guide an employee in all aspects of job. That's why then an employee must be at least be guided by 8 supervisors who are expert in different field. അപ്പോൾ ഒരു തൊഴിലാളി നിർബന്ധമായിട്ടും 8 സൂപ്പർവൈസർമാർ, 8 ഫോർമാൻമാരാൽ എന്ത് ചെയ്യപ്പെടണം? ഗൈഡ് ചെയ്യപ്പെടണം, സൂപ്പർവൈസ് ചെയ്യപ്പെടണം. ആ 8 പേരും 8 ജോലിയുടെ 8 ആസ്പെക്ട്സിൽ എക്സ്പേർട്ട് ആണ്. ഒരു ജോലിയുടെ തന്നെ 8 ആസ്പെക്ട്സിൽ അവരെന്താണ്? എക്സ്പേർട്ട് ആണ്. ഇനി അത് ഏതൊക്കെയാണ് ആസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് എ ടെക്നിക്. ഇനി വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്ടറി മാനേജ്മെന്റ് ടെക്നിക്. ഫാക്ടറി മാനേജ്മെന്റ് ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫാക്ടറി സ്വഭാവമുള്ള ജോലികളിലെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ എന്ന് ടൈലർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് മറ്റ് നമ്മുടെ ഈ പറയുന്ന ഒരു പ്രൊഫഷണൽ ഓഫീസ് സ്വഭാവമുള്ള ജോലികളിൽ ഉപയോഗിക്കേണ്ടതല്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം എല്ലായിടയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. സോ ദിസ് ടെക്നിക്സ് വാസ് ഡെവലപ്ഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ആണ്. ആസ് എ സിംഗിൾ സൂപ്പർവൈസർ മേ നോട്ട് ബി an expert in all aspects of work. So therefore workers are to be supervised by specialist foremen who are having expertise in the field ആണ്. അപ്പോൾ 8 സൂപ്പർവൈസർമാര്. ആരൊക്കെ 8 സൂപ്പർവൈസർമാര്? അത് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ എന്താണ്? ആരാണ്? ഇൻസ്ട്രക്ടർ ആണ്. ഓക്കെ, ഇൻസ്ട്രക്ടർ ആണ്. സോ എന്താണ് ഇൻസ്ട്രക്ടറുടെ പണി? ഓക്കെ, എന്താ ഇൻസ്ട്രക്ടറുടെ പണി? അപ്പൊ 4 പേര് പ്ലാനിങ് സൈഡും 4 പേര് ഇംപ്ലിമെന്റേഷൻ സൈഡാന്ന് പറഞ്ഞു. ഇനി ആരാ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? എന്താ അയാളുടെ പണി? പറഞ്ഞേ. Providing instructions to the employees. Yeah, who are giving instructions to employees? എംപ്ലോയീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കലാണ് അവരുടെ പണി. ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന ആളുടെ. അപ്പൊ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിന്റെ ഉദ്ദേശം ഇൻസ്ട്രക്ഷൻ കൊടുക്കലാണ്. ഇനി റൂട്ട് ക്ലർക്ക്, ഹു ഈസ് റെസ്പോൺസിബിൾ ടു സ്പെസിഫൈ ദ റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ. റൂട്ട് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് സ്പെസിഫൈ ചെയ്യലാണ് അയാളുടെ ഉത്തരവാദിത്വം. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ഈസ് റെസ്പോൺസിബിൾ ടു പ്രിപ്പയർ ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ്. ടൈം ഷീറ്റും കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ട ആരാണ്? എന്നാൽ ഒരു ജോലി ചെയ്യാൻ എത്ര സമയം വേണം, അതിന്റെ ആ ജോലി ചെയ്യാൻ എത്ര ചെലവ് വരും, അത്തരം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കാണ്. ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ അറിയാം, സ്ഥാപനത്തിനകത്ത് എന്ത് ചെയ്യുക? ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി സ്പീഡ് ബോസ്, ജോലിയുടെ ടൈമിലി കംപ്ലീഷൻ എൻഷുർ ചെയ്യലാണ് സ്പീഡ് ബോസിന്റെ ഉത്തരവാദിത്തം. ജോലിയുടെ ടൈമിലി കംപ്ലീഷൻ, കൃത്യസമയത്ത് ജോലികൾ ചെയ്തു തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈമിനനുസരിച്ച് ജോലികൾ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യൽ. ഗാങ് ബോസ്, അദ്ദേഹം he is responsible for keeping machines and tools ready for work ആണ്. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായി ഒരുപാട് എക്യുപ്മെന്റ്സുകളും മെഷീനും തൊഴിലാളികൾക്ക് ആവശ്യമാണ്. ആ മെഷീനുകളും എക്യുപ്മെന്റ്സുകളും റെഡിയാക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഗാങ് ബോസിനാണ്. നോക്കണം, അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ല. സ്പീഡ് ബോസ് എന്നുള്ളത് ആ പേരിൽ തന്നെയുണ്ട്, ടൈമിലി കംപ്ലീഷൻ ആണെന്നുള്ളത്. പക്ഷെ ഗാങ് ബോസ് അങ്ങനെ കിട്ടില്ല. So gang boss are responsible for keeping machines and tools ready for work ആണ്. ഒരു തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ ഒരുപാട് എന്തുണ്ടാവും? മെഷീനറികളും എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പറയാ പറഞ്ഞ. ഇല്ല സാർ, അത് പറയുമ്പോ കൂടെ പറഞ്ഞതാ, വർക്കിന് വേണ്ടി റെഡിയാക്കി വെക്കാൻ. ഓക്കെ, ഫൈൻ. ഓക്കെ,
റിപ്പയർ ബോസ് എന്താണ്? മെഷീൻസും ടൂളും പ്രോപ്പർ കണ്ടീഷനിൽ വെക്കുക. റെഡിയാക്കി വെക്കുക എന്നുള്ളതും പ്രോപ്പർ കണ്ടീഷനിൽ വെക്കുക എന്നുള്ളതും രണ്ട് കാര്യമാണ്. അപ്പൊ അതിന്റെ മെക്കാനിക്കൽ സൈഡാണ് ആര് റിപ്പയർ ബോസ് എടുക്കുന്നത്. ഇനി ഇൻസ്പെക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പന്നം സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണ്. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും, സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് തന്നെയാണ്, അതിനോട് ഇക്വാലന്റ് ആയിട്ട് തന്നെയാണ് ഉൽപാദനം നടത്തുന്നത് എന്ന് ഉറപ്പിക്കേണ്ട ആളുകളാണ് ആര്? ഇൻസ്പെക്ടേഴ്സ്. സോ ഈ 8 പേരുടെ ഉത്തരവാദിത്വം കിട്ടിയില്ലേ? പറഞ്ഞേ. ആരാണ് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്? ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ആരാണ് റൂട്ട് ക്ലർക്ക്? പ്രൊഡക്ഷന്റെ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നു. ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആര്? ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഡിസിപ്ലിനറി പ്രത്യേകിച്ച് പറയണ്ട, സ്ഥാപനത്തിനകത്ത് ഡിസിപ്ലിൻ. സ്പീഡ് ബോസ് ടൈമിലി കംപ്ലീഷൻ ഓഫ് വർക്ക്. ഗാങ് ബോസ് കീപ്പിംഗ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് റെഡിയാണ്. റിപ്പയർ മെയിൻറ്റെയിനിങ് ദി മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ്. ഇൻസ്പെക്ടർ ക്വാളിറ്റി ഓഫ് വർക്ക്. ക്ലിയർ? പറഞ്ഞ എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇത് UGC എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പൊതുവെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടൈലറുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഏത്? ടൈലറുടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള, അതിന് വിരുദ്ധമായിട്ടുള്ള ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഏത്? പറയാവോ ഇനി? ഓക്കെ ഫൈൻ. യൂണിറ്റി ഓഫ് കമാൻഡ്. കാരണം ഒരൊറ്റ ഒരു സൂപ്പർവൈസറിൽ നിന്നും മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഓർഡറുകൾ സ്വീകരിക്കാൻ. ഡിവിഷൻ ഓഫ് വർക്ക് അല്ല, ജസ്റ്റ് മാം, യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. കാരണം യൂണിറ്റി ഓഫ് കമാൻഡിന്റെ അർത്ഥം എന്താ? ഒരൊറ്റ ഒരു ഹെഡിൽ നിന്നേ ഓർഡറുകൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ? അല്ലേ? ഇവിടെ 8 ഹെഡിൽ നിന്നും 8 സൂപ്പർവൈസറിൽ നിന്നും ഓർഡർ സ്വീകരിക്കണ്ടേ? ക്ലിയർ ആയില്ലേ മാം? അപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ ഏത് ടോപ്പിക് എടുക്കുമ്പോഴും അതിൽ നിന്നും ചോദ്യത്തിന്റെ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ടാണ് പറയുക. ഓക്കെ, ഇനി ഈ ചോദ്യങ്ങൾക്കൊന്ന് ആൻസർ ചെയ്തേ പെട്ടെന്ന്. നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. അറിയുമോ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മൈക്രോ മോഷൻ ഗിൽബർട്ട് ആണ്. അപ്പൊ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതോ? ഗിൽബർട്ട് ആണ്. ഇതിന്റെ രണ്ടിന്റെ ആൻസറും ഗിൽബർട്ട് ആണ്. പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ ഇതിപ്പോ ഇവിടെ ഉൾക്കൊള്ളിച്ചതിന്റെ കാരണം, മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് സ്റ്റഡിക്കകത്ത്, സയന്റിഫിക് മാനേജ്മെന്റിനകത്ത് FW ടൈലറുടെ വർക്ക് സ്റ്റഡി പറയുമ്പോൾ മോഷൻ സ്റ്റഡി പറഞ്ഞില്ലേ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ മോഷൻ സ്റ്റഡിയുമായിട്ട് ക്യാരീഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. മൈക്രോ മോഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഗിൽബർട്ടിന്റെയാണ്. അതുപോലെ തന്നെ മോഷൻ സ്റ്റഡി എന്ന പുസ്തകം എഴുതിയതും ഗിൽബർട്ട് ആണ്. നമ്മൾക്ക് ഇനി ഗിൽബർട്ടിനെയാണ് പഠിക്കേണ്ടത്. ഗിൽബർട്ടിനെയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഒരു ഫാക്ട്സ് ആണ്. ഗിൽബർട്ടിനെ നമുക്ക് പഠിക്കാം. അതിനു മുമ്പേ അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ചോദ്യത്തിനൊന്ന് ആൻസർ ചെയ്തേ. ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ പ്ലീസ്. ഈ 2 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്തേ. According to functional foremanship principle, which among the following is responsible keeping machines and tools ready for work? Okay, gang boss ആണ് ഒന്നാമത്തത് അല്ലേ? രണ്ടാമത്തതോ? ഓക്കെ, എല്ലാവരും ചെയ്തിട്ട് മതി. എല്ലാവർക്കും A and C. ഓക്കെ ഫൈൻ. സഹല A and C. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, A and C. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ട് മതി. നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് പോവാം. ഓക്കെ, ഒന്ന് എല്ലാവരും ആൻസർ ചെയ്തേ. കുറെ പേര് ആൻസർ ചെയ്യാൻ ബാക്കിയുണ്ട്.
പ്ലീസ്. അമൽ ഒന്ന് ആൻസർ ചെയ്തേ. അമൽ, ഈ ആർഷിദ്, രേഷ്മ. ഓക്കെ, നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഐഡിയുടെ പേര് നിങ്ങളുടെ പേര് തന്നെ ആക്കിയാൽ എനിക്ക് കുറച്ച് ഗുണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ആവും. ഓക്കെ, രേഷ്മ. ഓക്കെ, ഈസി ക്യാച്ച് മഞ്ജിമ അല്ലെ? ദിവ്യ. ഓക്കെ, ജസ്റ്റ് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ ആൻസർ ചെയ്യുന്നില്ലേ? കൃഷ്ണപ്രിയ ചെയ്തിട്ടുണ്ടായിരുന്നു സർ. ഓക്കെ, അല്ല, ഒരു കൃഷ്ണപ്രിയ കൂടി ഉണ്ട്. രണ്ട് കൃഷ്ണപ്രിയ ഉണ്ട് കേട്ടോ. കൃഷ്ണപ്രിയ, യു ആർ ഫ്രം ട്രിവാൻഡ്രം, റൈറ്റ്? യെസ് സർ. ഓക്കെ, വേറൊരാള് മലപ്പുറത്തുനിന്നുള്ള ഒരു കൃഷ്ണപ്രിയ ഉണ്ട്. കൃഷ്ണപ്രിയ ക്ലാസ്സിൽ ഇല്ലേ? ഓക്കെ, അദ്ദേഹം ലീവ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ശ്രുതി ആൻസർ ചെയ്തേ. ശ്രുതി ആൻസർ ചെയ്തോ? ഇല്ലല്ലോ. ശ്രുതിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ചോദ്യത്തിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? വിജിന ആൻസർ ചെയ്തോ? ശ്രുതി ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ചോദ്യങ്ങളുടെ ആൻസറും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതുവരെ എടുത്തത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു ഏരിയ മാത്രമാണ് പറഞ്ഞത്. എന്താണ് സ്കൂൾ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് വന്നു. സയന്റിഫിക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇനി ഇതിൽ കൂടുതലൊന്നും സയന്റിഫിക് മാനേജ്മെന്റിൽ വരാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ആശയം കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മളത് ക്ലാസ്സിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും സയന്റിഫിക് മാനേജ്മെന്റിനകത്ത് വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഇനി നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു ഗിൽബർത്ത് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഗിൽബർത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഇന്നിപ്പോ 10:15 നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഇത്ര മതി.